ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പുതിയകാവ് ജംഗ്ഷൻ തരംഗം തിയേറ്ററിൻ്റെ ഫ്രണ്ട്. ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളും തന്നിട്ടുള്ള ഒരു തിയേറ്ററും കൂടിയാണ് നമ്മുടെ തരംഗം തിയേറ്റർ. 1978 തിയേറ്ററും കാര്യങ്ങളും ഓപ്പൺ ആയിട്ടുള്ള. നിവേദ്യം പടമായിരുന്നു ആദ്യത്തെ മൂവിയും കാര്യങ്ങളും വരുന്നത്. പ്രേം നസീറാണ് നമ്മുടെ ഈ തിയേറ്ററും കാര്യങ്ങളും ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ തിയേറ്ററും കാര്യങ്ങളിപ്പം ക്ലോസ് ആയിട്ട് ഒരു വർഷത്തിന് മുകളിലാവുന്നുണ്ട് കേട്ടോ. 2027 ജനുവരിയിലായിരുന്നു തിയേറ്ററും കാര്യങ്ങളും ക്ലോസ് ആയത്. മലയംകുട്ട് വാലിബനാണ് ലാസ്റ്റ് മൂവിയും കാര്യങ്ങളും ഓടിയത്. പിന്നീട് കുറേ നഷ്ടങ്ങളും കാര്യങ്ങളും വന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും അപ്ഗ്രേഡും കാര്യങ്ങളും ചെയ്തിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചു അപ്ഗ്രേഡും കാര്യങ്ങളും ചെയ്തപ്പോൾ തിയേറ്ററിൻ്റെ ബാക്കി പണികളും കാര്യങ്ങളും ഉടനെ തന്നെ കാണും. 2K അപ്ഗ്രേഡും കാര്യങ്ങളും ചെയ്ത് ഡോൾബി 5.1 ആക്കിയിരുന്നു സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളും കാര്യങ്ങളും നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും ചെയ്തിരുന്നു. ഒരു 700 സീറ്റിനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളുള്ള തിയേറ്റർ തന്നെയാണ്. കരുനാഗപ്പള്ളി ഏതൊരു തിയേറ്റർ എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ നല്ലൊരു കപ്പാസിറ്റിയും വലിയൊരു ഹാളും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു തിയേറ്ററാണ്. കരുനാഗപ്പള്ളി തിയേറ്ററും കാര്യങ്ങളൊന്ന് പുതുക്കി പണിയാൻ അടിപൊളിയാവുന്നതാണ് നമ്മുടെ തരംഗം തിയേറ്റർ തന്നെ. പക്ഷേ ഇപ്പോഴത്തെ ശോചനാവസ്ഥ കാണുമ്പോൾ വളരെ ഒരു വിഷമമുണ്ട്. കാര്യം ഒരു സിനിമാ പ്രേമി എന്ന നിലയിലും ഒരു തിയേറ്റർ പ്രേമി എന്ന നിലയിലും കാണുമ്പോൾ ഒരുപാട് വിഷമം നിറയുന്നുണ്ട് ഈ ഒരു അവസ്ഥ. തരംഗം തിയേറ്ററിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ അവിടെ എല്ലാം കാർഡും കാര്യങ്ങളൊക്കെ ആയി നല്ലൊരു ശോചനാവസ്ഥയിലൂടെ തന്നെയാണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും പോകുന്നത്. അതുപോലെ തന്നെ പഴയ ഓർമ്മകളും കാര്യങ്ങളും തരംഗം തിയേറ്ററിൻ്റെ പറയുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ ഒരു വലിയൊരു മതിലും ഗേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ പുറകിലായിരുന്നു മിക്കുള്ള സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ആൾക്കാരൊക്കെ വന്നിരിക്കുന്നത്. വേറെ ആരും കാണാതിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടമല്ലല്ലോ അന്നത്തെ. അതനുസരിച്ച് അങ്ങനെ സിനിമയും കാര്യങ്ങളൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. സ്കൂളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വീട്ടിൽ പിടിച്ചിട്ടുണ്ട് സിനിമ കാണാൻ പറയാതെ വന്നത്. പിന്നീട് ഒറ്റയ്ക്ക് വന്ന സിനിമകൾ കണ്ടിട്ടുള്ള തിയേറ്റർ കാണും. അങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മുടെ തരംഗം തിയേറ്ററിന് എൻ്റെ ഒരു ജീവിതത്തിൽ തന്നെ പറയാനുണ്ട്. പ്രേമ സിനിമ കാണാൻ വന്നപ്പം അന്ന് ഗേറ്റ് ചാടി ഒരു ചേട്ടൻ എന്നെ പുറകിൽ നിന്ന് പിടിച്ച് ഗേറ്റ് ചാടി. ഗേറ്റിൻ്റെ മുകളിൽ കമ്പിയായിരുന്നു കേട്ടോ. കമ്പിക്കകത്തൊക്കെ കാലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ. കാര്യം അന്ന് ബ്ലാക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സമയമായിരുന്നു ഈ പ്രേമം ഇറങ്ങിയ സമയത്തൊക്കെ. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഏതാണ് 5 കാണാൻ വന്നത് വീട്ടിൽ പിടിച്ചിരുന്നു സ്കൂൾ ടൈമിൽ. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുള്ളതാണ്. പിന്നെ ഒറ്റയ്ക്കൊക്കെയാണ് എല്ലാം വരുന്നത്. അതപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വരുകയാണ് സേഫ്. കാര്യം അതിൻ്റെ പുറകെ പോയി നിൽക്കുന്നതൊക്കെ ഒരു നല്ലൊരു നൊസ്റ്റാളജി ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ 90-100 ആയിരുന്നു ലാസ്റ്റത്തെ. ബാൽക്കണിയും അതുപോലെ തന്നെ റിസർവേഷനും ഉണ്ട്. ആ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഒരു പ്രത്യേക രീതി തന്നെയാണ്. ഒരു ഗുഹയ്ക്കകത്തൂടെ പോയി ടിക്കറ്റും കാര്യങ്ങൾ എടുക്കുന്ന ഒരു വേറൊരു ഫീലും കാര്യങ്ങളാണ്. അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ FBയിലും പേജിങ്ങിലൊക്കെ ഇട്ടിരുന്നു. പക്ഷേ തിയേറ്റർ പിന്നീട് ഒരു നഷ്ടത്തിലോട്ട് പോയത് കാരണമാണ് പിന്നെ തിയേറ്ററും കാര്യങ്ങളും കൂട്ടിയത്. കൂടുതലും നമ്മുടെ തിയേറ്ററിൽ ഓടിയിട്ടുള്ളത് മമ്മൂട്ടിയുടെയും വിജയുടെയും മൂവിയാണ് കേട്ടോ. അത് നമുക്ക് എടുത്തു തന്നെ പറയാം. മമ്മൂട്ടിയുടെ മൂവിയും അതുപോലെ തന്നെ വിജയുടെ മൂവിയാണ് ഏറ്റവും കൂടുതൽ നിറഞ്ഞ് ആടിക്കൊണ്ടിരുന്നത് നമ്മുടെ തിയേറ്ററിൽ. പക്ഷേ ഇങ്ങനൊരു അവസ്ഥ തരംഗം തിയേറ്ററിൽ ഒരിക്കലും വരുമെന്ന് നമ്മൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ തിയേറ്ററും കാര്യങ്ങളും വിൽക്കാൻ ഇട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അത് വിൽക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാര്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്വത്തിൻ്റെ വില നിങ്ങൾക്ക് പിന്നീട് നഷ്ടപ്പെടുമ്പോഴും മനസ്സിലാവുന്നുള്ള പല കാര്യങ്ങളും പലയിടത്തും പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതേപോലെ ഒരു സ്കോപ്പുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ആർക്ക് രീതിയിലുള്ള ഈ ഡിസൈനുകാരാണ്. കാര്യം നമ്മുടെ കേരളത്തിൽ ചുരുക്കം ചില തിയേറ്ററിനകത്ത് മാത്രമാണ് ഇങ്ങനെയുള്ള ഡിസൈനും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു തിയേറ്ററും കൂടിയാണ് നമ്മുടെ തരംഗം തിയേറ്റർ കേട്ടോ. പിന്നീട് കരുനാഗപ്പള്ളി തിയേറ്റർക്ക് ഒരുപാട് സ്കോപ്പുണ്ട്. കൊല്ലം ജില്ലയിൽ തന്നെ ഒരു കാലത്ത് നല്ലൊരു കളക്ഷനും കാര്യങ്ങളും നേടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കരുനാഗപ്പള്ളി. പിന്നീട് തിയേറ്ററിലെ ശോചനാവസ്ഥ കാരണമാണ് ആ പദവി വീണ്ടും നഷ്ടപ്പെട്ടത്. പക്ഷേ എന്നാലും ഇപ്പം തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കൃഷ്ണ തിയേറ്റർ തന്നെയാണ് കേട്ടോ. തരംഗം കൃഷ്ണ തിയേറ്ററാണ്. കാര്യം തുടരും മൂവി രാവിലെ 7:30 വരെ ഷോ ഇട്ട് ആട് സ്പെഷ്യൽ ഷോ സഹിതം ഇട്ടിട്ടുണ്ട് നമ്മുടെ കൃഷ്ണ തിയേറ്റർ. നല്ല അടിപൊളി ഒരു കളക്ഷനും കാര്യങ്ങളാണ് കൃഷ്ണ തിയേറ്റർ. കാര്യം അതേപോലെ ഇതിനെക്കാട്ടിലും ശോചനാവസ്ഥയിൽ കിടന്ന ഒരു തിയേറ്ററായിരുന്നു നമ്മുടെ കൃഷ്ണ തിയേറ്റർ. പുതുക്കി ആ രീതി വന്നപ്പോഴത്തേക്ക് അത്രയും ക്രൗഡും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ നമ്മുടെ തരംഗം തിയേറ്ററിൻ്റെ ഫാൻസ് ചുമ്മാ ആയിരിക്കും. നിങ്ങളൊന്ന് കൈ കൊടുത്ത് ഒരു 2 സ്ക്രീനും കാര്യങ്ങളാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ തരംഗം തിയേറ്റർ. ഒന്ന് ശ്രമിച്ചാൽ വീണ്ടും നിങ്ങൾ മുന്നേറ്റം കഴിയും. കാര്യം അങ്ങനെയാണ് കൃഷ്ണ ആ ഒരു മുന്നേറാനുള്ള ഒരു ഇത് കാണിച്ച് ധൈര്യം കാണിച്ച്. അതുകൊണ്ട് അവർക്ക് നല്ലൊരു രീതിയിൽ തന്നെ ഇപ്പോൾ ഓഡിയൻസും കാര്യങ്ങളും ഉണ്ട്. കൃഷ്ണ തിയേറ്ററിന് നല്ലൊരു തിരക്കുണ്ട്. കാര്യം തുടരും മൂവിയും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അത്രയും പണ്ട് മാളായിരുന്നു ഇവിടുത്തെ ഫസ്റ്റ് ഷോ ഇടുമ്പോൾ ഹൗസ്ഫുള്ളും കാര്യങ്ങളും കാണിക്കുന്നത്. പക്ഷേ മാളിനെ വരെ നമ്മുടെ കൃഷ്ണ തിയേറ്റർ ഇപ്പോൾ മാറ്റിക്കളഞ്ഞു. ആ രീതിയിലുള്ള അപ്ഗ്രേഡേഷൻ കാര്യങ്ങളുമാണ് നമ്മുടെ കൃഷ്ണ തിയേറ്റർ ചെയ്തത്. അതുപോലെ തന്നെ തരംഗം തിയേറ്ററും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും തിരിച്ചു വരും. നിങ്ങളിപ്പോൾ വിൽക്കുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഒന്ന് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി ഒരു മികച്ച ഒരു തിയേറ്ററും കൂടി വീണ്ടും തലയെടുപ്പോടെ തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളും തന്ന ഒരു തിയേറ്ററും കൂടിയാണ് തരംഗം തിയേറ്റർ. അപ്പോൾ നിങ്ങൾ കരുനാഗപ്പള്ളിക്കാർക്ക് ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളും തന്ന ഒരു തിയേറ്ററാണ് നമ്മുടെ തരംഗം. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങളുടെ കുട്ടിക്കാലത്തെ തരംഗം തിയേറ്ററിലുള്ള എക്സ്പീരിയൻസും എല്ലാം കൂടെ ചേർത്ത് നിങ്ങളുടെ പറയാം തരംഗം തിയേറ്റർ തിരിച്ചു വരണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹവും എന്നുകൂടി നമ്മൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ലിസ്റ്റും ശിവനും കാര്യങ്ങളും ഇപ്പോൾ ഒരുപാട് തിയേറ്ററും കാര്യങ്ങളും ഏറ്റെടുത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും തരംഗം തിയേറ്ററും കൂടി ഏറ്റെടുക്കും
ഉണ്ടാകുമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്കും. കാര്യം വീണ്ടും ആ സ്ക്രീനിലൊരു കയ്യടി, നിറഞ്ഞ കയ്യടിയോടെ ആൾക്കാർ വന്ന് കയറുന്ന കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആണ്. കരുനാഗപ്പള്ളി പ്രേക്ഷകർക്ക് തരംഗം തിയേറ്റർ എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ കമൻറ്റും കൊണ്ട് ചേർക്കുക.